1, 2, 3 ഈ 3 ഫിഗേഴ്സാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എല്ലാം റെക്റ്റാങ്കിൾ ആണ് ഉദ്ദേശിച്ചത്. ഇത് മാത്രം നമുക്ക് ഒരു സ്ക്വയറിന്റെ ഗണത്തിൽ പെടുത്തുകയും ചെയ്യാം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇതിൽ ഓരോ റെക്റ്റാങ്കിളിന്റെയും പെരിമീറ്റർ എത്രയാണ്? നിങ്ങൾ 1, 2, 3 എന്ന് നമ്പർ എഴുതിയിട്ട് ചെയ്താൽ മതി. ഇതിൽ ഓരോ റെക്റ്റാങ്കിളിന്റെയും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? 1, 2, 3 എന്ന് ടൈപ്പ് ചെയ്യുക. 15 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം, പിന്നെ 10 and 5 സെന്റിമീറ്ററുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ. ഇവിടെ വേറൊരു സ്ക്വയർ ആയിട്ട് എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും പെരിമീറ്റർ ചുറ്റളവ് എത്രയാണെന്നാണ് ഓരോരുത്തരും ടൈപ്പ് ചെയ്യേണ്ടത്. 15, 5, 20, അങ്ങനെ 20 × 2 40 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 40 റെഡിയാണ്. ശരി, രണ്ടാമത്തെ ചിത്രത്തിൽ എത്രയാണ് അവർ പെരിമീറ്റർ രേഖപ്പെടുത്തിയത്? എത്ര? 30. 30 ആണ്. 15, 15, 30 ഓക്കെ, രണ്ടാമത്തതിന്റെ ഉത്തരം 30. മൂന്നാമത്തെ ചിത്രം തേർഡ് വൺ 20. ഇത് മൂന്നും ശരിയായ കുറെ കുട്ടികൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ചോദ്യം ഇതാണ്. ഈ ഒന്നാമത്തെ റെക്റ്റാങ്കിളും രണ്ടാമത്തെ റെക്റ്റാങ്കിളും 1ഉം 2ഉം ചതുരങ്ങൾ ചേർത്ത് വെച്ചിട്ട് 5 സെന്റിമീറ്റർ ബ്രെത്തുള്ള വീതിയുള്ള ഒരു ചതുരം ഉണ്ടാക്കിയാൽ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? രണ്ടാമത്തെ ഈ റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ്. അങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ചേർത്ത് വെച്ചാലും 5 സെന്റിമീറ്ററിലെ നമുക്ക് ഇതിന്റെ വീതി വരാൻ പാടുള്ളൂ. രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഇതിന്റെ ലെങ്ത് എത്രയായി മാറിയുള്ളേ? 25 ആയി. ഇപ്പൊ 25യുടെ 25 താഴെയും വന്നു, 5 ഇവിടെ വന്നു, 5 ഇവിടെയും വന്നു. ഇത് ടോട്ടൽ എത്രയാണ്? 25 + 25 50, 55 and 60. കറക്റ്റ് അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ക്ലിയർ ആയോ പറഞ്ഞത്? യെസ്. ഇനി അടുത്ത എൻ്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ മൂന്നാമത്തെ ഈ സ്ക്വയറും ഇതിന്റെ കൂടെ 3 എണ്ണം കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വീതി ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ ആണ്. 3 എണ്ണം കൂടി ചേർത്ത് വെച്ചിട്ട് 10 സെന്റിമീറ്റർ വീതി കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ചതുരം റെക്റ്റാങ്കിൾ നിർമ്മിച്ചാൽ അതിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? നേരത്തെ നമുക്ക് ആദ്യം കിട്ടിയ റെക്റ്റാങ്കിൾ 15 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയും അല്ലേ? യെസ് ഓർ നോ? മറുപടി പറയൂ. യെസ് ഓർ നോ? യെസ്. ആ 15 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ഉള്ള ഇവിടെ വെച്ചിട്ട് രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ നീളം 10 സെന്റിമീറ്റർ ആയ റെക്റ്റാങ്കിൾ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചപ്പോൾ നേരത്തെ ആദ്യം തന്നിരിക്കുന്നതും 5 ആണ് വീതി, രണ്ടാമത്തതും 5 തന്നെയാണ് വീതി. എല്ലാത്തിന്റെ വീതി കറക്റ്റ് ആണ്. അതിവിടെ ചേർത്ത് വെച്ചപ്പോൾ ഇതിവിടെ ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ 5 സെന്റിമീറ്റർ കൂടി എടുത്ത് ഇവിടെ വെച്ചു കൊടുത്താൽ പോലെ. അപ്പോൾ ഈ 2 സൈഡും 10 കിട്ടില്ലേ? ഈ 2 സൈഡും 15 കിട്ടില്ലേ? മനസ്സിലായോ? മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഈ ചിത്രം മനസ്സിലായവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. പറഞ്ഞിരിക്കുന്നത് ആദ്യത്തത് റെക്റ്റാങ്കിളിന്റെ നീളം 15ഉം വീതി 5ഉമാണ്. രണ്ടാമത്തതിന്റെ നീളം 10ഉം വീതി 5ഉമാണ്. മൂന്നാമത്തതിൻ്റെത് എല്ലാ സൈഡും തുല്യമാണ്. അത് നമുക്ക് സമചതുരം എന്ന് വിശേഷിപ്പിക്കാം. ഇതെല്ലാം ചതുരത്തിൽ പെട്ടതുമാണ്. ഈ ചതുരത്തിന്റെ 4 വശങ്ങളും തുല്യമായി കഴിഞ്ഞാൽ അത് സമചതുരമായിട്ട് സ്ക്വയർ ആയിട്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ. ശരി, ഇതിന്റെ എല്ലാ 2 സൈഡും ഈക്വൽ ആണ്, 4 സൈഡും ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് 3ഉം കൂടി ചേർത്ത് വെച്ചിട്ട് വലിയ ഒരു ചതുരം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണെന്നാണ് എന്റെ ചോദ്യം. അത് കുട്ടികൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഈ വലിയ ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ അടുത്ത് രണ്ടാമത്തെ റെക്റ്റാങ്കിളായ 10ഉം 5ഉം കൂടി ചേർത്ത് ഇങ്ങനെ വെക്കുന്നു.
അതിനുശേഷം ഇവിടെയുള്ള ഈ പീസ് മൂന്നാമത്തെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇത് 3 സൈഡും 5 4 സൈഡും 5 ആണല്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീളം 15ഉം ഇവിടെയുള്ള 10 5 15 നീളം ഇവിടെയും കിട്ടി. ഇവിടെ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വീതി 10 വരാൻ പാടുള്ളൂ എന്നാണ്. വീതി 10 5. ഇപ്പൊ ക്ലിയർ ആയോ? പിന്നെ എന്നിട്ട് യെസ് ഓർ നോ? ക്ലിയർ? യെസ്. രക്ഷിതാക്കളാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പോഴും ചില കുട്ടികൾ ഇപ്പം 100 എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല. ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചത്. ഞാൻ ഓരോ സ്കൂളിൻ്റെ പേര് വിളിക്കാം. ആ സ്കൂളിലെ രക്ഷിതാക്കളൊന്നും മുന്നോട്ട് വരട്ടെ. ബാക്കിയുള്ളവരൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? കുട്ടികളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടോ? വേറെ ഒരു കുട്ടി വെറുതെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആ കുട്ടിയുടെ പേര് ഞാൻ വിളിക്കാം. യെസ് യെസ്. പ്രോവിഡൻസ് ജൂനിയറിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും കൂടെ ഇരിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. നിങ്ങളെ കുട്ടിക്ക് ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇതിന്റെ ഉത്തരം എത്രയാ കുട്ടി ചെയ്തത്? ചേർത്ത് വെച്ചിട്ട് ഉത്തരം ആൻസർ എത്ര കിട്ടിയത്? പെരിമീറ്റർ എത്ര കിട്ടിയത്? 8. അതാ ഞാൻ ചോദിച്ചത് എങ്ങനെ 8 കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 15 അല്ലേ ഇതിവിടെ വരുന്നത്? ഇവിടെ താഴെ എത്ര വരും? 15 15 കൂട്ടി എത്രയാ? 30 10 എത്രയാ? 40 10 എത്രയാ? 50. പിന്നെ എങ്ങനെ 80 വന്നത്? അല്ലല്ല, അതല്ല ഉദ്ദേശിച്ചത്. ആ ചോദ്യം അതല്ല ഉദ്ദേശിച്ചത്. 3 ചതുരങ്ങളും ചേർത്ത് വെച്ചിട്ട് 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ പറ്റൂ? 10 സെന്റിമീറ്റർ വീതിയുള്ള ബ്രെഡ്ത്തുള്ള ഒരു ചതുരം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ പറ്റൂ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കാം. ആ സ്ക്വയറിന് 1 എന്ന് നമ്പർ കൊടുക്കാം. ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 1 എന്ന സ്ക്വയറിന്റെ പെരിമീറ്റർ, എല്ലാത്തിന്റെയും പെരിമീറ്റർ തരുന്നു. ഫസ്റ്റ് സ്ക്വയറിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് ഞാൻ 20 ആണ് തരുന്നത്. 20 സെന്റിമീറ്റർ. പിന്നെ ഞാൻ നിങ്ങളോട് സൈഡ് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ഇതിന്റെ സൈഡ് എത്രയായിരിക്കും? ഉണ്ടെന്നില്ലേ? ആവശ്യത്തിന് ഉണ്ടെന്നില്ല. മോളെ പറയൂ. കുട്ടികളായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റുന്ന കുട്ടിക്ക് പറയാം. നേതിക്ക പറയണം മറുപടി. 5. ശരി, കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കി വായിച്ചാൽ മതി. 5 ആണ്. ഇനി ഇതിനോട് ചേർത്തിട്ട് വേറെ രണ്ടാമത്തത് വരയ്ക്കുകയാണ്. സെക്കൻഡ്. അതിന്റെ രണ്ടാമത്തതിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ ആണ്. എത്രയാണ് മോളെ? 24 സെന്റിമീറ്റർ. രണ്ടാമത്തതിന്റെ പെരിമീറ്റർ 24 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, രണ്ടാമത്തതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കുന്നു? 6 ആണ്. ശരി. അടുത്തത് മൂന്നാമത്തെ ഒരു സ്ക്വയർ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. നമ്പർ 3 ആണ്. അതിന്റെ പെരിമീറ്റർ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല. നാലാമത്തെ വേറൊരു സ്ക്വയർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്പർ 4. ഇപ്പോൾ 1 2 3 4 ഒന്നിന്റെയും രണ്ടിന്റെയും പെരിമീറ്റർ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ.
മൂന്നാമത്തെ ഞാൻ തരുന്നില്ല, നാലാമത്തെ ഞാൻ തരുന്നില്ല. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ഓൾ ദിസ് ഫിഗർ? ഈ ഫിഗറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കുമെന്ന്, ചുറ്റളവ് എത്രയായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോഴല്ല, ഈ ക്ലാസ് യൂട്യൂബിൽ വരും. യൂട്യൂബിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ പെരിമീറ്റർ വീട്ടിൽ ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തുക. ഏതെങ്കിലും ഹോംവർക്ക് തന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഹിയർ 1 2 3 4 സ്ക്വയേഴ്സ്, 4 സ്ക്വയറും ചേർത്ത് വെച്ച ഒരു രൂപമാണിത്. ഇതിൽ ഒന്നാമത്തെ ഒരു സ്ക്വയർ, ആ സ്ക്വയറിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. രണ്ടാമത്തതിന്റെ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒന്നാമത്തതിന്റെ ഒരു സൈഡ് കണ്ടെത്തിയിട്ടും രണ്ടാമത്തതിന്റെയും ഒരു സൈഡ് കണ്ടെത്തിയിട്ടും ബാക്കി 3ന്റെയും 4ന്റെയും സൈഡ് കണ്ടെത്താനുള്ള മാർഗം നിങ്ങൾ ആലോചിച്ചതിന് ശേഷം ഇതിന്റെ ചുറ്റുമുള്ള ചുറ്റളവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഈ ക്ലാസ് യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചിട്ട് അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്യണം. ഈ ചോദ്യം ക്ലിയർ ആവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് ഇടപെടാം, സംസാരിക്കാം. മുന്നോട്ട് വരും. അപ്പൊ ചോദ്യം ക്ലിയർ ആയിട്ടുണ്ട്? യെസ് ഓർ നോ? ചോദ്യം ക്ലിയർ ആണ്? ശരി. അല്ലല്ല, അതാണ് ഞാൻ പറയുന്നത്. രക്ഷിതാക്കൾ മുന്നോട്ട് വന്ന് ക്ലിയർ ആവുക. അതുകൊണ്ടാണ് പറയാം, ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഈ ടോട്ടൽ ഫിഗറിന്റെ പെരിമീറ്റർ ആണ്. ടോട്ടൽ ഫിഗറിന്റെ പെരിമീറ്റർ ആണ്. അതിന് 2 എണ്ണം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, പെരിമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം 4 മാർക്കിന്റെ ചോദ്യം ഓർത്തു വെച്ചോളൂ. നിങ്ങളെ പരീക്ഷയ്ക്ക് വരാതിരിക്കില്ല, ഉറപ്പായിട്ടും വരും. അത് ഏറ്റവും ഉയർന്ന ചോദ്യമാണിത്. നിങ്ങളുടെ കുട്ടി ഇത് സ്വന്തം ചെയ്യുമെങ്കിൽ ആ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഞാൻ അങ്ങനെയാ പറയുന്നത്. കാരണം the first square, the second square, the third square, the fourth square. ഒന്നാമത്തതിന്റെ പെരിമീറ്റർ നിങ്ങൾക്ക് തന്നിട്ട് ഒരു സൈഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തതിന്റെ പെരിമീറ്റർ തന്നിട്ട് 24 തന്നപ്പോൾ ഒരു സൈഡ് നിങ്ങൾ പറഞ്ഞു. അത് വെച്ചിട്ട് എങ്ങനെ ഈ ഇതിന്റെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? മൂന്നാമത്തതിന്റെയും നാലാമത്തിന്റെയും എത്താൻ പറ്റും? കുട്ടികൾ ശ്രമിക്കട്ടെ. ഇതിന്റെ ആൻസർ നിങ്ങൾ ടൈപ്പ്. ആ രക്ഷിതാവിന് ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? 1 2 3 4 5 6 7 8 9 10. ഈ പാറ്റേൺ തുടരുകയാണ് എങ്കിൽ 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 55. ഈ ചോദ്യം പലതവണ LSSന് വന്നതാണ്. ഇപ്രാവശ്യം ചോദിക്കില്ല. പകരം ഈ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൽ 19ാമത്തെ വരിയിലും 19th ലൈനിലും 20th ലൈനിലെയും ലാസ്റ്റ് നമ്പേഴ്സ് സം എത്രയാണ്? What is the sum of last number of 19th and 20th line എന്നാണ് ചോദിക്കുക. 20ാമത്തെയും 19ാമത്തെയും വരിയിലെ അവസാനത്തെ നമ്പർ രണ്ടിന്റെയും തുക എത്രയാണെന്ന് ചോദിച്ചാൽ, ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കള് പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ചോദ്യത്തില് ഒരു 4 വരിയാണ് തരുന്നതെങ്കിൽ, ചോദ്യത്തിൽ നിങ്ങൾക്ക് 4 വരിയാണ് തരുന്നതെങ്കിൽ നിങ്ങളുടെ വക ഒരു 2 വരിയും കൂടി സമയം എഴുതി കൊടുക്കണം. 11 12
13, 14, 15. 16, 17, 18, 19, 20, 21. ഈ അവസാനിക്കുന്ന നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. 1, 3, 6, 10, 15, 21. ഈ നമ്പേഴ്സിന് നിങ്ങൾ പഠിക്കും ഭാവിയിൽ ട്രയാങ്കുലർ നമ്പറാണ്, ത്രികോണ സംഖ്യകളാണ്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണിത്. 1 + 2 = 3, 1 + 2 + 3 = 6. ഇങ്ങനെയാണ് വരുന്നത്. ഈ ത്രികോണ സംഖ്യ അവസാനിക്കുന്ന ട്രയാങ്കിൾ നമ്പറിന്റെ അടുത്തടുത്ത ട്രയാങ്കുലർ നമ്പറിന് ഒരു വിശേഷണമുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഈ 6 എന്ന ട്രയാങ്കുലർ നമ്പർ മൂന്നാമത്തെ വരിയിലെ അവസാനത്തെ നമ്പറും 10 എന്ന ഈ സംഖ്യ നാലാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയുമാണ്. നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പറിന്റെയും നാലാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പറിന്റെയും സം എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് 16ആണ്. 6ഉം 10ഉം പ്രത്യേകം കണ്ട് കൂട്ടുന്നതിന് പകരം മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത് തന്നിരിക്കുന്ന 4നെ 4 കൊണ്ട് ഗുണിക്കുന്നു, 16 കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കാം. നിങ്ങളോട് ചോദിക്കുന്നു 1, 2, 3, 4. നാലാമത്തെ വരിയിലെയും അഞ്ചാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പറിന്റെ സമ്മ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 10ഉം 15ഉം കൂട്ടണ്ട. പകരം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ വരിയാണെങ്കിൽ 5നെ 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന 25 ആയിരിക്കും 10ഉം 15ഉം കൂട്ടിയതിന് തുല്യം. ഇനി നിങ്ങൾ ഇതിന്റെ ഉത്തരം കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിവിടെ ചെയ്ത് നോക്കണം. നിങ്ങൾ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പർ തമ്മിൽ കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചാൽ വേണ്ട, 20യെ 20 കൊണ്ട് തന്നെ ഗുണിച്ചാൽ മതി. എത്രയാണ്? 400. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അടുത്ത വരികൾ ഇങ്ങനെ കൊടുക്കുക. വരി ഫില്ല് ചെയ്യൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വരി വെറുതെ ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങളോട് ചോദ്യം ഇതാണ്. ഇതില് 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 10th ലൈനിലെ what is the first number of the 10th line? 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. മൂന്നാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? നിങ്ങൾ പറ. മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ് മക്കളെ? മൂന്നാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ അത് 4ന്റെ കൂടെ 1 കൂട്ടിയിട്ടാണ്. ഇനി നാലാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ ഏതാണ്? 9ന്റെ കൂടെ 1 കൂട്ടിയതാണ്. 9ന്റെ കൂടെ 1 കൂട്ടിയാണ്. ശരിക്കും അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ നിങ്ങൾക്കത് അറിയോ നോക്കിയതാണ്. ഇതിന്റെ ആൻസർ 82 ആണ്. 82 പോലെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 82 ആണ്. ഈ പാറ്റേൺ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാറ്റേണായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എടുക്കാം. ഇന്ന് ഞാൻ നേരത്തെ ചേർത്ത ചോദ്യത്തിന്റെ കൂടെ 1-2 ചോദ്യം കൂടി ഇവിടെ വെക്കണം. കാരണം 115നെ റോമനിൽ എങ്ങനെ എഴുതാം? 9765, 9745, 9725, 9705. 7305, 7305, 7305 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഏതാണ്? 7305 ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന വലിയ സംഖ്യയും ചെറിയ സംഖ്യയും എത്രയാണ് എന്ന് മാത്രം എഴുതിയാൽ മതി. അതാണ് അടുത്ത ചോദ്യം.
3 ചോദ്യമാണ് ഇന്ന് തരുന്നത്. ഈ 3 ചോദ്യത്തിന് മക്കള് ഇന്ന് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിൽ വരും. ഇത് അടുത്ത 9 കഴിഞ്ഞ് 10ാമത്തെ നമ്പറായിട്ടാണ് വരുന്നത്. എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. 8, 3, 2 എന്നീ 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര 3 അക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റും? അത് 3 ഉണ്ടെങ്കിൽ 3, 2, 1 എന്ന ക്രമത്തിൽ ഗുണിക്കുക. അതിൽ 1 0 ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3ന് പകരം ഈ 2 ഒന്നുകൂടി എഴുതിയാൽ മതി. 2 × 2 × 1 എന്ന് എഴുതിയാൽ മതി. അപ്പൊ 4 എണ്ണ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് അതിന്റെ പ്രശ്നം. പക്ഷേ ചിലപ്പോൾ ഇവരോട് 4 ഡിജിറ്റ് വരെ ചോദിക്കാം. 8, 5, 3, 2 ഇവ ഉപയോഗിച്ചുകൊണ്ട് എത്ര 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുട്ടികൾ ചെയ്യേണ്ടത് 4 എണ്ണം 0 ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ 4 × 3 × 2 × 1 ചെയ്താൽ മതി. ഇത് തിരിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. 4 × 12, 2 24 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൽ ഒന്നങ്ങ് 0 ആയി പോയാൽ ഒരെണ്ണം 0 ആയാൽ ചെയ്യേണ്ടത് 4ന് പകരം ഈ 3 തന്നെ എഴുതി കൊടുക്കുന്നു. 3 × 3 × 2 × 1 ആയ 18 ആയിരിക്കും ഉത്തരം. ഇനി ഇത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയാണ്. വിത്തൗട്ട് റിപ്പീറ്റിംഗ് ആണ് അധികം ചോദിക്കുക. വിത്ത് റിപ്പീറ്റിംഗ് ആണെങ്കിൽ 3 അക്കം വരെ മാത്രമേ ചോദിക്കൂ. അതിന്റെ ഉത്തരം 3 × 3 × 3 എഴുതലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ യൂട്യൂബിലൂടെ ക്ലാസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാം. എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്ത് അറിയിക്കുക. സംശയങ്ങളൊക്കെ നേരിട്ട് വിളിച്ച് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.